വാക്തത്വമുണ്ടോ തലമുറയെക്കുറിച്ച്? വാക്തത്വമുണ്ടോ മോളെക്കുറിച്ചും മോനെക്കുറിച്ചും? അത് സംഭവിക്കും. മാതാപിതാക്കൾ സടകുടഞ്ഞെഴുന്നേൽക്കണം. ഒരു ജനറൽ കാഴ്ചപ്പാട് മാറണം. ലോകത്തിൽ എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കേണ്ടവളല്ല നീ. അതിലപ്പുറത്ത് ചിന്തിക്കണം. ഉണർവ് വരുന്നു. ഇവിടെ നിന്ന് ദൈവത്തിന്റെ ജനം പോകാറായി. യേശു വരാറായി. എൻ്റെ മകളും മകനും പോകണം. എൻ്റെ മരുമക്കൾ പോകണം. എൻ്റെ കൊച്ചുമക്കൾ പോകണം. Drill it into them. ഒരു ഫറവോനും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒരമ്മയുടെ വിശ്വാസം കണ്ടോ? ഒരു ദിവസം ഫറവോന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ പ്രവാചകൻ പ്രവചിച്ചത് എന്താണെന്നറിയാമോ? എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ആരാണിത്? ഒരു അടിമയുടെ മകനാ. എങ്ങനെ ഇവിടെ വന്നത്? വിശ്വാസത്താൽ നീങ്ങിയ മാതാപിതാക്കൾ. വിക്കന്റെ നാവിൽ ദൈവം ഒരു ദൂത് കൊടുത്തു കേട്ടോ. ഒറ്റ ദൂതിന്റെ മുൻപിൽ സാമ്രാട്ടിന്റെ മുട്ട ഏപ്പാടിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് കാണാൻ കഴിയുമോ? നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് കാണാൻ കഴിയുമോ? ടീച്ചേഴ്സ് അവനെ കുറിച്ച് എന്തും പറയട്ടെ, ഹെഡ് മാസ്റ്റർ അവനെ കുറിച്ച് എന്തും പറയട്ടെ, അവരല്ല വിധി നിശ്ചയിക്കുന്നത്. വിശ്വാസത്താൽ. ടീച്ചർ പറഞ്ഞു, പാസ്റ്ററെ കൂടുതൽ പഠിക്കത്തൊന്നുമില്ല, അവൻ ഇങ്ങനെ ഓത്തേ ഉള്ളൂ. ഡോണ്ട് ടേക്ക് ദോസ് വേർഡ്സ്. ഹെഡ് മാസ്റ്റർ എന്നെ വിളിപ്പിച്ച് പറഞ്ഞു, ഓ പ്രയോജനമൊന്നുമില്ല, ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ അവർ പറയട്ടെ. അവർ കണ്ട കണ്ണിലൂടെയല്ല നീ കാണേണ്ടത്. നീ കാണുമ്പോൾ പ്രവചിക്കുന്ന, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാന്ന് കാലഘട്ടത്തിൻ്റെ ദൂത് വഹിക്കുന്ന ഒരു പ്രവാചകനായി നിന്റെ പ്രൈസ് ദി ലോർഡ് മകനെയും മകളെയും നീ കാണണം. അതിന് തയ്യാറുണ്ടോ? അതിന് തയ്യാറുണ്ടോ? ഇതിനകത്ത് അതിന് മാതാപിതാക്കൾ സമർപ്പിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ മകന്റെയും മകളുടെയും മുഖച്ഛായ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. God can. God needs a deliverer. God needs a prophet. It is your child. നമ്മുടെ ഇടയിൽ ദൈവം ഉണർവായിരിക്കും. പെന്തക്കോസ്തിനെ എഴുതി തള്ളരുത്. ഭയങ്കര ഉണർവ് വരും. ദൈവ ഭയമുള്ള ഒരു ശേഷിപ്പ് ഇന്ന് പെന്തക്കോസ്തിലുണ്ട്. ഇന്ന് പെന്തക്കോസ്തിലുണ്ട്. ദൈവം അവരെ ഉദ്ധരിക്കും. ദൈവം അവരെ ഉണർത്തും. അവർക്ക് വേണ്ടി ദൂത് പറയാൻ ഇതിനകത്ത് ചെറുപ്പക്കാർ തയ്യാറാകണം. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പെൺമക്കളും ആൺമക്കളും അതിന് തയ്യാറാകണം. ഒരു ശേഷിപ്പ് എഴുന്നേൽക്കണം. അതിന് കാഴ്ചപ്പാടുള്ള നേതാക്കന്മാർ രംഗത്ത് വരട്ടെ. അതിന് കാഴ്ചപ്പാടുള്ള മാതാപിതാക്കൾ രംഗത്ത് വരട്ടെ. നമുക്ക് സെക്യുലർ സ്റ്റഡീസ് സെക്കൻഡറിയാണ്. പ്രോപ്പർട്ടി മേടിക്കുന്നത് സെക്കൻഡറിയാണ്. വണ്ടി മേടിക്കുന്നത് സെക്കൻഡറിയാണ്. എല്ലാവരും എൻ്റെ മോളെക്കുറിച്ച് അങ്ങനെ പാസ്റ്ററെ പറയുന്നത്. ഇപ്പം നമ്മൾ എന്തോ ചെയ്യും? എൻ്റെ മോനെ കുറിച്ച് എല്ലാവരും പറയുന്നത് അങ്ങനെ. അപ്പം എല്ലാവരും പറയുന്നതാണോ നിന്റെ ദൂത്? എനിക്കതുകൊണ്ട് എനിക്കങ്ങ് സഹിക്കാൻ വയ്യ. എനിക്ക് നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. എന്നാൽ നീ കിടക്ക്. ദൈവത്തിന് നിന്റെ മകനെ ഉപയോഗിക്കണം. ദൈവത്തിന് നിന്റെ മകളെ ഉപയോഗിക്കണം. ഇന്ന് പകൽ നീ കേൾക്കുന്ന ദൂത് നീ നെഞ്ചോട് ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ടീച്ചേഴ്സ് പറഞ്ഞു കാണും ഇവനെ കൊണ്ട് കൊള്ളത്തില്ലെന്ന്. നാട്ടുകാർ പറഞ്ഞു കാണും കൊള്ളത്തില്ലെന്ന്. ഞാൻ അല്പം കൂടെ കയറി പറയാൻ പോകുകയാണ്. ഇന്ന് നിങ്ങളുടെ മക്കൾ ചിലത് പിന്മാറ്റത്തിലാണെങ്കിൽ അതിനപ്പുറത്ത് നിങ്ങൾ വിശ്വാസത്താൽ കാണണം. ഇല്ല, ഇവൻ മടങ്ങി വരും. ഇല്ല, ഇവൾ മടങ്ങി വരും. ദൈവം അവനെ ഉപയോഗിക്കും. ദൈവം അവളെ ഉപയോഗിക്കും. അവൻ മടങ്ങി വരാൻ പോകുകയാണ്. മടങ്ങി വരാൻ പോകുകയാണ്. അത് വിശ്വാസത്താൽ മാതാപിതാക്കൾക്ക് കാണാൻ കഴിയുമോ? ആരെയും എഴുതി തള്ളരുത്. ആരെയും എഴുതി തള്ളരുത്. നിങ്ങളോട് പ്രസംഗിക്കുന്ന ഞാൻ എത്രയോ പിന്മാറ്റത്തിൽ പോയവനാണ്. നോ വൺ ഗേവ് മീ എനി ഹോപ്പ്. എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഐ ഹാഡ് എ ബേണിംഗ് ബുഷ് എക്സ്പീരിയൻസ്. ഒരു എൻകൗണ്ടർ എനിക്ക് ദൈവമായിട്ടുണ്ടായി. നിങ്ങളുടെ മകന് വേണ്ടിയത് ഒരു എൻകൗണ്ടറാണ്. അതധികം താമസിക്കാതെ കിട്ടും. നിന്റെ മകൾക്കുണ്ടാകേണ്ടത് ഒരു എൻകൗണ്ടറാണ്. അവിടെ ദൈവം അവനെ കാഴ്ചപ്പാട് അവന്റെ അകത്ത് കൊടുക്കും. ദൈവം അവനെ ആകമാനമാറ്റും. നീ പിന്നെ പിടിച്ചാൽ നിൽക്കത്തില്ല. എല്ലാവരും അല്പസമയം വായ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇതിനകത്തൊരു ഉണർവ് സംഭവിക്കട്ടെ. ദൈവശക്തിയുടെ വ്യാപാരം ഇതിനകത്തുണ്ടാകട്ടെ.